ஜெயிச்சிச்சு. ஓகே 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 ஆடிக்கிட்டே இருப்பேன், ஆடிக்கிட்டே இருப்பேன், ஆடிக்கிட்டே இருப்பேன், ஆடிக்கிட்டே இருப்பேன். ஜெயிச்சிச்சுல என் செல்லம் ஜெயிச்சிச்சு பாருங்க. Oh my god. चलो 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 நீ चलो बेटी திலகமே வருக வருக தலைவருக்கும் தலைவர் ஸ்டைல சொல்லணும்னா வாழ்த்துக்கள். மாண்புமிகு முதலமைச்சர் ஐயா மு.க. ஸ்டாலின் அவர்கள் எங்களுக்கு படிக்கிறதுக்காக லேப்டாப் கொடுத்திருக்காரு. ரொம்ப நன்றிங்க ஐயா. இது மட்டும் இல்ல, நீங்க எதை கொடுத்தாலும் நாங்க வாங்கிப்போம். எங்க ஓட்டு விஜய்க்கு தான். சந்தோஷமா வாங்கிக்கங்க, எல்லாம் உங்க பணம் தான். நம்ம நீங்க என்ன கொடுத்தாலும் நாங்க வாங்கிப்போம். நாங்க போடுற ஓட்டு விஜய்க்கு தான். அடுத்த இடத்துல என்னெல்லாம் பண்ணலாம்னு இருக்கீங்க? நான் பிஎம் ஆகணும். நிஜமாவா? நிஜமா சொல்றேங்க. டெஃபினெட்லி. அரசியலா சினிமா? நீங்க பாருங்க ஒரு 10 வருஷத்துல. சரி, 10 வருஷம் கழிச்சு வரப்போற சிஎம் என்னெல்லாம் பண்ண പോறீங்க சொல்லுங்க பாப்போம். തമിഴക രാഷ്ട്രീയത്തിന്റെ ആകാശത്ത് മിന്നി നിന്നിരുന്ന രണ്ട് വലിയ നക്ഷത്രങ്ങൾ, ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ആകാശത്തോളം ഉയർന്ന രണ്ട് വലിയ വൻമരങ്ങൾ എന്നൊക്കെയാണ് DMK-യെയും AIADMK-യെയും ആളുകൾ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ദ്വിമുഖ ഭരണക്രമത്തെ വെറും ഒറ്റയടിക്ക് തകർത്തെറിഞ്ഞുകൊണ്ട് ഇളയ തളപതി വിജയ് നടത്തിയ ഒരു മുന്നേറ്റം ഉണ്ടല്ലോ, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു അത്ഭുതമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു പക്ക കമേഴ്ഷ്യൽ ഹിറ്റ് സിനിമയിലെ ഹീറോ പെർഫോമൻസ് പോലെയായിരുന്നു വിജയുടെ വരവ്, തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ. പല വിവാദങ്ങളോടുമുള്ള ആ ഒരു എപ്പിക് സൈലന്റ് ഡെഡ്ലി മൗനം. പക്ഷെ ശബ്ദം ഉയർത്തേണ്ടടുത്ത് കൃത്യമായി ഉയർത്തിക്കൊണ്ട് തളപതി കളം പിടിച്ചു. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ തമിഴകം കണ്ടത് TVKയുടെ വമ്പൻ വിജയമാണ്. 107 സീറ്റുകൾ കരസ്ഥമാക്കി അവർ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് മാറി. ഭൂരിപക്ഷത്തിന് വേണ്ട 118 സീറ്റുകളിലേക്ക് വെറും 11 പടവുകൾ മാത്രം ഇനി അവർക്ക് കടന്നാൽ മതി. അപ്പുറത്ത് നോക്കിയാലോ, പതിറ്റാണ്ടുകളായിട്ട് ഭരിച്ച DMK വെറും 38 സീറ്റിലേക്കും AIADMK വെറും 42 സീറ്റിലേക്കും ഒതുങ്ങിപ്പോയി. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു വലിയ വഴിത്തിരിവായിട്ടാണ് ഇതിനെ ആളുകൾ നോക്കിക്കാണുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ ഒരു വലിയ വീഴ്ചയായിട്ടും ഇതിനെ ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. ചെന്നൈ എന്ന DMK-യുടെ ഉരുക്കു കോട്ടയിൽ പോലും 37-ൽ നിന്ന് 31 സീറ്റും തൂത്തുവാരി വിജയ് തന്റെ നഗര സ്വാധീനവും ഉറപ്പിക്കുന്നുണ്ട്. ചെന്നൈയൊക്കെ വലിയ സ്വാധീന ശക്തികളാണ്. പക്ഷെ ഉള്ളത് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ ജാൻ കില്ലർ എന്ന് പറയുന്നത് TVK-യിലെ വിജയ് അല്ല, അത് അദ്ദേഹത്തിന് തന്നെ സ്ഥാനാർത്ഥിയായിരുന്ന VS ബാബു ആണ്. DMK-യുടെ ആസ്ഥാനമായിട്ടുള്ള കൊളത്തൂർ മണ്ഡലത്തിൽ സാക്ഷാൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ 8000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത് തമിഴ് രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നാണ്. സ്റ്റാലിൻ നേരിട്ട ഈ പരാജയം വെറും ഒരു തോൽവിയായിട്ട് മാത്രം കാണാൻ പറ്റില്ല, മറിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പിന് മേലുള്ള വലിയൊരു വെല്ലുവിളിയായിട്ട് തന്നെ നോക്കിക്കാണണം. ഒരു മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ തോൽക്കുക എന്നത് തമിഴ് മണ്ണിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഭരണവിരുദ്ധ വികാരം നാട്ടിലാകെ ആളിക്കെത്തുമ്പോഴും അത് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടതും പാർട്ടിയിലെ കുടുംബ വാരിസയ്ക്കെതിരെ ഉയർന്ന അമർഷം പരിഹരിക്കാതിരുന്നതുമാണ് സ്റ്റാലിന്റെ വീഴ്ചയുടെ പ്രധാന കാരണമായിട്ട് ആളുകൾ പറയുന്നത്. വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് സ്റ്റാലിന്റെ സുഹൃത്തായിട്ടുള്ള പിണറായി വിജയനെയും തോൽവിയുടെ ആ ഒരു രുചി അറിയിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഭരണപരമായിട്ടുള്ള പരാജയങ്ങളെക്കാൾ സ്റ്റാലിനെ തളർത്തിയത് രാഷ്ട്രീയ തന്ത്രങ്ങളിലെ പിഴവുകളാണ്. വിജയെ തുടക്കത്തിൽ ഒരു ഭീഷണിയായിട്ട് കാണാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. അതിപ്പോൾ അദ്ദേഹത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരാരും അദ്ദേഹത്തെ അങ്ങനെ ഒരു വലിയ വെല്ലുവിളിയായിട്ടൊന്നും കാണാനായിട്ട് തയ്യാറായില്ല. അല്ലെങ്കിൽ ഒരു സിനിമാക്കാരന് രാഷ്ട്രീയത്തിൽ, ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ എന്ത് പങ്ക് എന്നൊക്കെ പോലും അവരിൽ പല ആളുകളും പറഞ്ഞു വെച്ചു. ദ്രാവിഡ മോഡൽ എന്നൊക്കെ പറഞ്ഞ് അതിൽ അമിതമായിട്ട് വിശ്വസിച്ച സ്റ്റാലിന് താഴെത്തട്ടിലെ യുവാക്കളുടെ മനസ്സ് വായിച്ചില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാനായിട്ട്. ഉദയനിധി സ്റ്റാലിനെ പിൻഗാമിയായിട്ട് വാഴിക്കാൻ കാണിച്ച ഒരു തിരക്ക് കൂട്ടലൊക്കെ ഉണ്ടല്ലോ, ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ വായിച്ചപ്പോൾ മനസ്സിലാവുന്നത്. അഴിമതിയും ഭരണത്തിലെ മെല്ലെപ്പോക്കും കൂടി വന്നതോടെ സ്റ്റാലിന്റെ ഗ്ലാമർ മൊത്തത്തിൽ മങ്ങിയ ഒരവസ്ഥയിലേക്ക് എത്തി. ഇതൊന്നും പഠന വിധേയമാക്കാതുള്ള തെരഞ്ഞെടുപ്പ് ഫ്രീബീസ് കൊടുക്കലിലേക്ക് സ്റ്റാലിൻ പോയത് മൊത്തത്തിൽ ഈ പറയുന്ന പരിപാടിയെ താളം തെറ്റിച്ചിട്ടുണ്ടാവാം. സഖ്യകക്ഷികളെ ഒപ്പം നിർത്തുന്നതിലും സ്റ്റാലിന് പിഴച്ചു എന്ന് വേണം കരുതാനായിട്ട്. സീറ്റ് വിഭജനത്തെ ചൊല്ലി മുന്നണിയിൽ തർക്കം മുറുകിയപ്പോൾ അത് പരിഹരിക്കാൻ പറ്റിയില്ല എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ ഓർത്ത് നോക്കേണ്ടതാണ്. അതേസമയം വിജയ് യുവതലമുറയും ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയും കൃത്യമായിട്ട് കയ്യിലെടുക്കുന്ന കാഴ്ചയും നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും കേട്ടതാണ്. കാലത്തിനനുസരിച്ച് മാറാൻ കഴിയാത്തതും മാറ്റം ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് പുതിയൊരു സ്വപ്നം നൽകാൻ പറ്റാത്തതുമാണ് സ്റ്റാലിനെ ഈ വലിയ തോൽവിയിലേക്ക് നയിച്ചത്. ഇതിപ്പോൾ സ്റ്റാലിന്റെ മാത്രം പരാജയമായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ലല്ലോ. DMK-യുടെ തന്നെ ഭാവിയെ ചോദ്യചിഹ്നമാക്കുന്ന ഒരു വലിയ പരാജയമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് വിജയ് അണ്ണന്റെ വിജയ തേരോട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. 2 മണ്ഡലങ്ങളിലാണ് വിജയ് മത്സരിച്ചത്. പേരമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്, ഈ 2 മണ്ഡലങ്ങളിൽ നിന്നും മത്സരിച്ച വിജയ് 50,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. സേലം, ഈറോഡ് തുടങ്ങിയ മേഖലകളിലും TVK വൻ മുന്നേറ്റം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈറോഡിലെ 8 മണ്ഡലങ്ങളിൽ 5ഉം പിടിച്ചെടുത്തത് TVKയുടെ സംഘടനാപരമായിട്ടുള്ള ആ ഒരു പവറൊക്കെ കാണിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. തമിഴ് മക്കൾ എപ്പോഴും റിസ്ക് എടുക്കാനായിട്ട് സന്നദ്ധതയുള്ള ആളുകളാണ്.
ഇത്തവണ തമിഴ്നാട്ടിലെ വോട്ടർമാർ കാണിച്ച ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. സഖ്യങ്ങളൊന്നുമില്ലാതെ ഒരു തുണയുമില്ലാതെ ഒറ്റയ്ക്ക് പോരാടാനായിട്ട് ഒരാൾ ഇറങ്ങുകയാണ്, വിജയ് അണ്ണൻ. ആ വിജയ് അണ്ണൻ്റെ നെഞ്ചുറപ്പിനെ നെഞ്ചിലേറ്റുന്ന തമിഴ് മക്കളെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാമെന്ന് വ്യാമോഹിച്ച AIADMKയ്ക്ക് പോലും ഇത്തവണ അടിതെറ്റി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പകരം തമിഴ് മക്കൾ തെരഞ്ഞെടുത്തത് TVK എന്ന ഒരു പുത്തൻ ബ്രാൻഡിനെയാണ്. BJP വെറും ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോയതും കോൺഗ്രസ് 5ലേക്ക് കൂപ്പുകുത്തിയതും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദേശീയ പാർട്ടികൾക്ക് തമിഴ് മണ്ണിൽ ഇപ്പോഴും ആ ഒരു പഴയ പരിമിതികൾ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് വലിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് ചില്ലറ പണി വേണ്ടുന്ന ഒരു സംഗതിയല്ല. TVKയുടെ വിജയം, വിജയണ്ണൻ്റെ വിജയം, അതൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് മറ്റൊരു വശം കൂടി ഒന്ന് പറഞ്ഞു പോവേണ്ടതുണ്ട്. പക്ഷേ എത്രത്തോളം റെലവൻ്റ് ആണ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പറയാതെ പോകാനായിട്ടും പറ്റില്ല. MGRൻ്റെ ആ ഒരു ജനകീയതയും ജയലളിതയുടെ ആ ഒരു തൻ്റെ ഇടവും ഒരുപോലെ മിക്സ് ചെയ്തെടുത്ത ഒരു പുതിയ ഹീറോയിൻ പരിവേഷം സൃഷ്ടിക്കാനായിട്ട് വിജയ് തൃഷ ബന്ധം സഹായിച്ചു എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. ഒരു പരിധിവരെയൊക്കെ അത് അതെ എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ തന്നെ തമിഴ്നാട്ടിലെ ഓരോ മുക്കിലും മൂലയിലും ചർച്ച ചെയ്തത് ഈ ഒരു ഗോസിപ്പുകളൊക്കെ ആയിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം മുളയിൽ നുള്ളാനായിട്ട് BJP അടക്കമുള്ള കക്ഷികൾ ഇതൊരു വജ്രായുധമായിട്ട് കണ്ടു എന്നുള്ളതും ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. കൃത്യമായിട്ടുള്ള പഠനമില്ലാത്ത പരിപാടിയായിരുന്നു. BJP അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ ഒരു പടി കൂടി കടന്നിട്ട് വിജയ് ആദ്യം തൃശ്ശയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം എന്നിട്ടാകാൻ രാഷ്ട്രീയം എന്നൊക്കെ പരിഹസിച്ചത് അന്ന് വലിയ തിരിച്ചടിയായി. പുള്ളി പിന്നീട് അതിൽ മാപ്പൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ വിവാദങ്ങളിലൊക്കെ മൊത്തത്തിൽ സീൻ മാറ്റിയത് തൃശ്ശയുടെ ഒരു അപ്രോച്ചാണ്. അതിനെ ഒരു പക്ക സിംഗപ്പെണ്ണ് പരിപാടിയൊക്കെ ആയിട്ട് തമിഴ് മക്കളിൽ ഒരു വലിയ കൂട്ടം ആളുകൾ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിഹത്യക്കെതിരെ ജനങ്ങൾ പ്രതികരിച്ചതും കാര്യങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിമറിച്ചു. ഇത് വിജയ് അണ്ണൻ്റെ പേഴ്സണൽ ഡിസിഷനാണ്, അവരുടെ പേഴ്സണൽ ലൈഫാണ്, നമുക്കൊന്നും അറിയില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഗോസിപ്പുകൾ പറയുന്നത്, എന്തിനാണ് സദാചാരം പറയുന്നത് എന്നൊക്കെ തമിഴ് മക്കൾ ചോദിക്കുന്ന രീതിയിലേക്ക് ആ ഒരു വിവാദങ്ങൾ അങ്ങോട്ട് ചെന്നെത്തി. അതിനകത്തൊക്കെ BJP മണ്ടന്മാർ വഹിച്ച ഒരു പങ്ക് ചെറുതൊന്നുമല്ല. പിന്നെ വിജയുടെ മതം പറഞ്ഞ ഒരു പരിപാടി, അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഗോസിപ്പുകൾക്ക് പിന്നാലെ പോയില്ല, ജനങ്ങൾ ഇതൊരു സിമ്പതി തരംഗമാക്കി മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി. ഒടുവിൽ വിജയിച്ച ശേഷം തൃശ്ശ നേരിട്ട് കണ്ട് അഭിനന്ദിച്ചതും ഈ വിജയ ആഘോഷവേളയിൽ പങ്കെടുക്കുന്നതുമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അതൊക്കെ വലിയ ട്രെൻഡായിട്ട് അങ്ങോട്ട് മാറി, വലിയ പൂരപ്പറമ്പായിട്ട് മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ. തൃശ്ശയെ ചേർത്തിട്ടുള്ള ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഗോസിപ്പുകൾ പ്രധാനപ്പെട്ട ഒരു എസ്കലേഷൻ പോയിന്റിലേക്ക് എത്തിയത് സംഗീതമായിട്ടുള്ള വിവാഹമോചന വാർത്തകളൊക്കെ വന്ന സമയത്താണ്. ഫെബ്രുവരിയിൽ ആ വാർത്ത വന്ന സമയത്ത് TVK അണികൾ മൊത്തത്തിലൊന്നും പതറിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അന്ന് സംഗീത എന്താണ് പറഞ്ഞത്, മറ്റൊരു നടിയുമായിട്ടുള്ളൊരു ബന്ധം എന്നുള്ള രീതിയിലാണ്. പക്ഷേ എതിരാളികൾ ഒരു മണ്ടത്തരം കാണിച്ചു, ഓവർ കോൺഫിഡൻസ് കാണിച്ചു, അവർ തൃശ്ശയ്ക്കെതിരെ അങ്ങോട്ട് തിരിഞ്ഞു. ഏതോ ഒരു നടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു നടി എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു കാര്യത്തെ തൃശ്ശയ്ക്കെതിരേക്ക് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് വ്യക്തി അതിക്രമങ്ങളിലേക്കും വ്യക്തി അധിക്ഷേപങ്ങളിലേക്കും കടന്നു. അത് വീണ്ടും സിമ്പതി കൂട്ടിക്കൊടുത്തു എന്നുള്ളതേ പറയാനായിട്ടുള്ളൂ. എതിരാളികൾ പല രീതിയിൽ കോടതിയിൽ വിജയ്ക്കെതിരെ പോവുകയുണ്ടായി. അതിൽ സത്യവാങ്മൂലത്തിൽ പൊരുത്തക്കേടുകൾ എടുത്ത് പറയുകയുണ്ടായി. അതേപോലെ തന്നെ സംഗീതമായിട്ടുള്ളൊരു പണ ഇടപാടിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് പറയുകയുണ്ടായി. ഇതൊക്കെ ഈ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വാല്യൂ കൊടുക്കുന്ന തമിഴ് മക്കൾക്കിടയിൽ ഇതൊക്കെ വലിയ തിരിച്ചടിയാകുമെന്നൊക്കെ എതിരാളികൾ കരുതി. പക്ഷേ അവിടെയും തമിഴ് മക്കൾ ഞെട്ടിച്ചു. രാഷ്ട്രീയം വേറെ, വ്യക്തി ജീവിതം വേറെ എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റാൻഡൊക്കെ തമിഴ് മക്കൾ എടുക്കുകയുണ്ടായി. ശരിക്കും ഈ വിവാദങ്ങളെല്ലാം വിജയെ സഹായിച്ചത് എങ്ങനെയാണ് എന്ന് നോക്കിയാൽ അതൊരു ഒന്നൊന്നര രാഷ്ട്രീയ തന്ത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാം. തന്നെ തകർക്കാൻ സ്റ്റാലിൻ സർക്കാരും BJP നടത്തുന്ന ഗൂഢാലോചനയാണിതെന്ന് TVKയുടെ പ്രചാരണ വേദികളിലെല്ലാം കൃത്യമായിട്ട് വിജയ് ആളുകളിലേക്ക് പറഞ്ഞു കൊടുത്തു. ഇതോടെ വിജയ് ഒരു പൊളിറ്റിക്കൽ വിക്ടിം എന്നുള്ള ഒരു രീതിയിലേക്ക് ആളുകളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇത്തരം സദാചാര ക്ലാസ്സുകളേക്കാൾ വലുത് നാടിൻ്റെ വികസനമായിരുന്നു, അല്ലെങ്കിൽ വിജയ് അണ്ണൻ കൊടുക്കുന്ന ചില ഓഫറുകളായിരുന്നു. അതിപ്പോൾ അണ്ണാവക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നാ വേണമെങ്കിലും പണിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു നമ്മുടെ ന്യൂജൻ പിള്ളേരുന്ന്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ ഈ സദാചാരം പഠിപ്പിക്കലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്താണല്ലോ BJP പോലുള്ള കീടങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വലിയ റോള് കളിക്കുന്നതും നമ്മളെ മൊത്തത്തിൽ അങ്ങോട്ട് അടിയെ മുടിപ്പിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ന്യൂ ജനറേഷൻ പിള്ളേർ വലിയ ഇടമൊന്നും കൊടുത്തില്ല. പിന്നെ അതിനകത്ത് വിജയ് അണ്ണൻ്റെ ഒരു അപ്രോച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വിവാദങ്ങളിങ്ങനെ കത്തിപ്പടർന്നു നിൽക്കുന്ന സമയത്തും ഈ ഇളയ തളപതി വിജയ് പാലിച്ച ഒരു സൈലൻറ്റ് ഡെഡ്ലി മൗനം എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാർക്കിടയിലും അദ്ദേഹത്തിൻ്റെ അന്തസ്സ് വളരെയധികം കൂട്ടി. അദ്ദേഹം വ്യക്തി അധിക്ഷേപങ്ങളിലേക്ക് കടന്നില്ല, സംഗീതക്കെതിരെ തിരിഞ്ഞില്ല. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ശരിക്കും സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. സത്യത്തിൽ എതിരാളികൾ വിജയെ വീഴ്ത്താൻ കുഴിച്ച കുഴികളെല്ലാം അദ്ദേഹത്തിന് അധികാരത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് മാറി എന്ന് വേണം ഈസി ആയിട്ട് കരുതാനായിട്ട്. ഇതിനകത്തൊന്നും വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ TVK മൊത്തത്തിൽ അങ്ങോട്ട് മാസ് അടിച്ച ചില കാരണങ്ങളിലേക്ക്
ഒരു അക്കമിട്ട് നിരത്തുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് യുവ വോട്ടർമാരുടെ ഒരു തള്ളിക്കയറ്റം ബി ജെ പിക്ക് വലിയ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുത്തു. തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം ഇതായിരുന്നു. 18-19 വയസ്സുകാരായിട്ടുള്ള അന്യ വോട്ടർമാർ 68% ആളുകളും വോട്ട് ചെയ്തത് TVKക്കാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ. യുവാക്കളുടെ ഏകപക്ഷീയമായിട്ടുള്ള പിന്തുണ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിജയം ഇത്ര വലിയ രീതിയിലേക്ക് എത്തിയത്. പിന്നെ മറ്റൊരു കാര്യവും കൂടെ അനുകൂലമായിട്ട് വന്നു കേട്ടോ. പ്രചാരണ വേളയിൽ BJPയിലെ മണ്ഡല നേതാക്കൾ വിജയിയെ ജോസഫ് വിജയ് എന്നൊക്കെ അഭിസംബോധന ചെയ്ത് അങ്ങനെ മതം പറഞ്ഞിട്ട് പുള്ളിയെ അകറ്റാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചില പരിപാടികളൊക്കെ ചെയ്തു. പക്ഷെ തമിഴ് മക്കൾക്കിടയിൽ അത് ഏശത്തില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയില്ല. അദ്ദേഹത്തിന് മതത്തെ മുൻനിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചത് ആക്ച്വലി വിജയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള ഗുണം ചെയ്തു. ഈ നീക്കം തിരിച്ചടിച്ചു. ക്രിസ്ത്യൻ സമുദായത്തെ മറ്റ് ന്യൂനപക്ഷങ്ങളെയും വിജയോട് കൂടുതൽ അടുപ്പിക്കാനായിട്ടാണ് ഇത് സഹായിച്ചത്. BJPയുടെ തനിക്കുണം തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് വീണ്ടും വീണ്ടും മനസ്സിലായി. തമിഴ്നാട്ടിലെ ക്രിസ്ത്യൻ ജനസംഖ്യ കൂടുതലുള്ള കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി തുടങ്ങിയ തെക്കൻ ജില്ലകളിലും ചെന്നൈയുടെ ചില ഭാഗങ്ങളിലും DMKക്ക് ഉണ്ടായിരുന്ന കുത്തക തകർക്കാനായിട്ട് TVKക്ക് കഴിഞ്ഞു. പ്രചാരണ പരിപാടികളൊക്കെ BJPക്കാരായിരുന്നല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. ഇനി എടുത്തു പറയേണ്ടത് റെക്കോർഡ് വോട്ട് വിഹിതത്തെക്കുറിച്ചിട്ടാണ്. ഒരു കന്നി പോരാട്ടത്തിൽ തന്നെ ഏകദേശം 35% വോട്ട് വിഹിതം നേടാനായിട്ട് TVKക്ക് സാധിച്ചിട്ടുണ്ട്. DMKയുടെ വോട്ട് വിഹിതം കഴിഞ്ഞ തവണത്തെ 37.7% നിന്നും കുത്തനെ താഴേക്ക് പോയത് വിജയ്ക്ക് വലിയ ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു ആക്കം ഇതിനകത്ത് എടുത്ത് പറയേണ്ടതാണ്. സ്റ്റാലിൻ സർക്കാരിനെതിരെ നിലനിന്ന അതൃപ്തി വോട്ടുകളായിട്ട് മാറിയപ്പോൾ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള AIADMKക്ക് അത് മുതലാക്കാനായിട്ടായില്ല. അവരുടെ വോട്ട് വിഹിതം ഗണ്യമായി കുറഞ്ഞപ്പോൾ ഏകദേശം 20-22% കൂപ്പുകുത്തിയപ്പോൾ നഷ്ടപ്പെട്ട വോട്ടുകളെല്ലാം വിജയണ്ണന്റെ പെട്ടിയിലേക്ക് പോയി. പിന്നെ ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ നമുക്ക് തുടക്കം മുതൽ തന്നെ കാണാനായിട്ട് സാധിച്ചിരുന്നു. വിജയുടെ ആ ഒരു റാലികളിലെ ജനപങ്കാളിത്തം അത് ചരിത്രമായിരുന്നു. 85.1% എന്ന തമിഴ്നാട് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വോട്ടർ ടേൺ ഔട്ട് രേഖപ്പെടുത്തിയതിൽ വിജയുടെ യൂത്ത് കണക്ട് എന്ന പ്രോഗ്രാം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ വിവാദങ്ങൾ നൽകിയ മൈലേജിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. പൊളിറ്റിക്കൽ വിക്ടിം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വീണ്ടും ഓർക്കേണ്ടതാണ്. TVK പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ചതും വിജയുടെ മതം ചർച്ചയാക്കിയതും വോട്ടർമാർക്കിടയിൽ ഒരു അണ്ടർഡോഗ് ഇമേജ് അദ്ദേഹത്തിന് നൽകി. ഈ വിവാദങ്ങൾ അവസാന ഘട്ടത്തിൽ 5-8% വരെ വോട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തൽ നമ്മൾക്ക് അറിയാനായിട്ട് കഴിയുന്നത്. പിന്നെ നഗരമേഖലകളിൽ ഒരു ആധിപത്യം ഞാൻ പറഞ്ഞു. ചെന്നൈയിലെ 37 സീറ്റുകളിൽ 31 TVK തൂത്തുവാരി. DMKയുടെ പാരമ്പര്യ കോട്ടയായിട്ടുള്ള ഇവിടെ ഉണ്ടായ വിള്ളൽ സ്റ്റാലിൻ്റെ പതനം അങ്ങോട്ട് പൂർണ്ണമാക്കി. പിന്നെ മുഖ്യമന്ത്രിയുടെ പരാജയം. ഇപ്പോൾ കൊളത്തൂർ മണ്ഡലത്തിലെ TVK സ്ഥാനാർത്ഥിയായിട്ടുള്ള VS ബാബു മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ഏകദേശം 8000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത് ജനവികാരം എത്രത്തോളം ശക്തമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പിന്നെ സ്ത്രീ വോട്ടർമാരുടെ കാര്യവും ഞാൻ പറഞ്ഞു. വിജയുടെ വ്യക്തിപ്രഭാവം സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ AIADMKക്ക് ലഭിച്ചിരുന്ന സ്ത്രീ വോട്ടുകളിൽ വലിയൊരു ശതമാനം, ഏകദേശം 40% ഇത്തവണ TVKക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ സഖ്യങ്ങളില്ലാതുള്ള ഒറ്റയ്ക്കുള്ള പോരാട്ടം, 234 സീറ്റുകളിലും മത്സരിക്കാനായിട്ടുള്ള ഒരു തീരുമാനം, അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം തമിഴ്നാട്ടിലെ വോട്ടർമാർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വേണം വിലയിരുത്താനായിട്ട്. ഒരു ശക്തമായിട്ടുള്ള ബദലിൻ്റെ അഭാവം എന്ന് പറയുന്ന ആ ഒരു സാധ്യതയെ TVK നല്ല രീതിയിൽ ഉപയോഗിക്കുകയുണ്ടായി. തമിഴ് മക്കൾ തുറന്ന് പരസ്യമായിട്ട് എപ്പോഴും പറയുന്ന, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവർ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഇമേജാണ് ഒരു രക്ഷകൻ ആവശ്യം അവർക്ക് ഇടയ്ക്കൊക്കെ ഉണ്ട്. നമ്മളത് പലപ്പോഴും തുറന്ന് സമ്മതിക്കാറില്ല. നമ്മളിങ്ങനെ പാർട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളാണല്ലോ. കേരളത്തിലെ ജനങ്ങളെ സഖാക്കൾ എങ്ങനെയാണോ കുറ്റപ്പെടുത്തുന്നത് അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ അണികൾ ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ക്ഷേമ പദ്ധതികളും സൗജന്യങ്ങളും പ്രഖ്യാപിച്ചിട്ടും ഒരു ഭരണകക്ഷി ഇത്ര വലിയ പരാജയം ഏറ്റുവാങ്ങുന്നത്. കുടുംബനാഥമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന മകിളർ ഇരിമൈ തിട്ടം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പോലുള്ള പദ്ധതികളൊക്കെ വലിയ തോതിൽ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കും എന്നുള്ളതാണ് DMK പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സ്ത്രീകൾക്ക് നൽകിയ 5000 രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് പോലും ജനവികാരം മാറ്റാനായിട്ട് പര്യാപ്തമായില്ല. ജനങ്ങൾ സൗജന്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ഉപരിയായിട്ട് ഭരണമാറ്റം, പുതിയൊരു രാഷ്ട്രീയ ബദൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. പിന്നെ ഈ സൗജന്യങ്ങൾക്കപ്പുറം ജനങ്ങൾ നേരിട്ട ദൈനംദിന പ്രശ്നങ്ങൾ സ്റ്റാലിൻ്റെ പദ്ധതികളെ മൊത്തത്തിൽ നിഷ്പ്രഭമാക്കിയിട്ടുണ്ട്. അമിതമായിട്ടുള്ള വിലക്കയറ്റം, വൈദ്യുതി നിരക്ക് വർധന, ലഹരി മരുന്നിൻ്റെ വ്യാപനം എന്നിവ സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിച്ചതാണ്. സർക്കാർ നൽകിയ 2000 രൂപയേക്കാൾ വലിയ തുക മറ്റാവശ്യങ്ങൾക്കായി ജനങ്ങൾ ചെലവഴിക്കേണ്ടി വന്നത് സർക്കാരിനോടുള്ള അമർഷം വർദ്ധിപ്പിച്ചു. 2000 കൊടുക്കുന്നു, വലിയ രീതിയിൽ തിരിച്ചു വാങ്ങുന്നു. ലഹരി മരുന്ന് മാഫിയകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയാത്തത് ഈ പേരൻസിനിടയിലൊക്കെ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. കേരളത്തിൽ അത് കോൺഗ്രസിന് വലിയൊരു ആയുധമാക്കാനായിട്ട് പറ്റിയില്ല. നല്ല സാധ്യത ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. ഈ സാഹചര്യത്തിൽ സൗജന്യങ്ങളല്ല, ജനങ്ങൾക്ക് സുരക്ഷിതത്വവും വികസനവുമാണ് വേണ്ടത് എന്ന നിലപാടിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നു. TVKക്ക് ഇതൊരു വലിയ മൈലേജായി.
ഇതിലേക്ക് ഒരു ചാലക ശക്തിയായിട്ടൊക്കെ ശരിക്കും TVKയുടെ ക്യാമ്പയിനൊക്കെ മാറുന്നുണ്ട്. സൗജന്യങ്ങൾ നൽകി വോട്ട് വാങ്ങുന്ന രീതിക്കെതിരായിട്ടും തമിഴ്നാടിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചിട്ടുമൊക്കെ വിജയ് ഉയർത്തിയ പല ചോദ്യങ്ങളും യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടി. ഭരണകൂടത്തിൻ്റെ അഹങ്കാരവും താഴെത്തട്ടിലുള്ള ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടതും സ്റ്റാലിന് വലിയ തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്. 2026 ഈ തെരഞ്ഞെടുപ്പ് ഫലം സ്റ്റാലിൻ പിണറായി സുഹൃത്തുക്കൾക്ക് ഒന്ന് ഇരുത്തി ആലോചിക്കാനായിട്ടുള്ള കുറേയധികം പാഠങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒന്നാണ്. അത് അണികൾക്കും ചെയ്യാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. തളപതി വിജയ് അണ്ണനെ കുറിച്ചിട്ടുള്ള ഭാവി പ്രതീക്ഷകളൊക്കെ ഓരോ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് കേൾക്കാനായിട്ടുള്ള നന്ദി.